സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വീകരിക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് നിയമപരമായ പരിമിതിയുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മോചനദ്രവ്യമായി ശേഖരിച്ച 34 കോടി രൂപ ഇതുവരെ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറാനായിട്ടില്ല. നടപടിക്രമം വേഗത്തിലാക്കണമെന്ന് നിയമസഹായ സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച തുക വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചാൽ പലതരം സാങ്കേതിക പ്രശ്നങ്ങൾ വരും. എംബസിയും പ്രവാസി സംഘടനകളുമായി ചേർന്ന് പരിഹാരത്തിന് ശ്രമിക്കുകയാണ്. എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനത്തിലേക്ക് ഉടൻ എത്തുമെന്നും വി മുരളീധരൻ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ പണം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ട് അക്കൗണ്ടിൽ സ്വീകരിച്ച് കൊടുക്കുന്നതിനുള്ള സ്വാഭാവികമായിട്ട് ഒരു സാങ്കേതിക തടസ്സമുണ്ട്. അതിനുള്ള പരിഹാരം അവിടുത്തെ എംബസി പ്രവാസി സംഘടനകളുമായിട്ട് ചേർന്നിട്ട് പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൗഡ് ഫണ്ടിംഗ് വഴി ശേഖരിച്ച പണം സ്വീകരിക്കുന്നതിലുള്ള സാങ്കേതിക തടസ്സമാണ് പ്രശ്നം. പണം കൈമാറാനുള്ള അക്കൗണ്ട് നമ്പർ വിദേശകാര്യ മന്ത്രാലയം ട്രസ്റ്റിന് നൽകിയിട്ടില്ല. മരിച്ച യുവാവിന്റെ കുടുംബത്തിന് പണം കൈമാറേണ്ടത് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. പണം സമാഹരിച്ച വിവരം കഴിഞ്ഞ 12-ാം തീയതി സൗദിയിലെ ഇന്ത്യൻ എംബസി വഴി വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. ട്രസ്റ്റിന്റെ അക്കൗണ്ടിലുള്ള പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ നടപടികളും 2 ദിവസത്തിനകം പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ 10 ദിവസം കഴിഞ്ഞിട്ടും പണം കൈമാറാനുള്ള അക്കൗണ്ട് നമ്പർ വിദേശകാര്യ മന്ത്രാലയം കൈമാറിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് നിയമസഹായ സമിതി ആവശ്യപ്പെട്ടു. അതേസമയം റഹീമിന്റെ മോചനത്തിനുള്ള കോടതി നടപടികൾ റിയാദിൽ ആരംഭിച്ചു. മരിച്ച യുവാവിന്റെ കുടുംബത്തെയും റഹീമിനെയും കോടതി വിളിച്ചുവരുത്തി മോചന വ്യവസ്ഥയിൽ തീർപ്പാക്കും. 34 കോടി രൂപ കൈമാറിയാൽ റഹീമിനെ മോചിപ്പിക്കാമെന്ന് കാണിച്ച് യുവാവിന്റെ കുടുംബം നൽകിയ കത്ത് നിയമസഹായ സമിതി വക്കീൽ മുഖാന്തരം കോടതിയിൽ ഹാജരാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.